2614 കോടി ജനങ്ങളാണ് ലോകത്തുണ്ടായിരുന്നത്. 2023 ആയപ്പോൾ 810 കോടി ജനങ്ങളായി. 2100 ആകുമ്പോൾ 1040 കോടി ജനങ്ങൾ ലോകത്തുണ്ടാവുമെന്നാണ് കണക്കാക്കുന്നത്. അവൈലബിൾ ആയിട്ടുള്ള ലാൻഡിന്റെ അളവ് നാൾക്ക് നാൾ കുറയുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോപ്പുലേഷൻ പോണത്. എന്താണ് സംഭവിക്കുന്നത്? പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ 2100 ആകുമ്പോഴേക്കും വേൾഡിലെ 1/3 ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ 1/3 ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് വേണം? റിയൽ എസ്റ്റേറ്റ് വേണം, അവർക്ക് താമസിക്കാൻ വീടുകൾ വേണം, ഹോട്ടലുകൾ വേണം, എല്ലാ വിധത്തിലുള്ള സ്കൂളുകൾ വേണം. എല്ലാ സൗകര്യങ്ങളും 1/3 ആയിട്ടുള്ള പുതിയ ആളുകൾക്ക് ഈ വേൾഡിൽ ആവശ്യമുണ്ട്. ഒരു ഭാഗത്ത് ഭൂമിയുടെ അളവ് കുറയുന്നു, മറുഭാഗത്ത് പോപ്പുലേഷൻ വർദ്ധിക്കുന്നു. അപ്പൊ ഇത് രണ്ടും ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ ആണ്. നമുക്കറിയാം ഡിമാൻഡ് സപ്ലൈ തിയറി നിങ്ങൾക്കറിയാം. നമുക്ക് സപ്ലൈ കുറയുന്നു ഒരു വശത്തെ ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി. അപ്പൊ അത് വളരെ വലിയ വ്യത്യാസത്തിലാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ എത്രത്തോളം പ്രൈസ് കൂടും?